കാർലോ ഇന്ന് പ്രതികാരമായിരിക്കുമല്ലേ? നിന്നെ ഇന്ന് ഞാൻ എടുത്ത് ഉടുക്കും. കളി പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുവാണ്. അന്ന് നീ 4 തന്നതിന്റെ പലിശയും കൊണ്ട് നീ ഇന്ന് പോത്തോളൂ. അവന്റെ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ശരിയാക്കി തരുന്നുണ്ട്. ഓഫ് സൈഡ് പിടിച്ചോണ്ടിരിക്കുക. ഞാൻ അടവ് മാറ്റിയാലും ഇയാൾ അറിഞ്ഞിട്ടില്ല. കേട്ടോ ലപ്പോർട്ട, കുറെ കാശിറക്കിയ ഈ എംബാപ്പയുടെ സൈനിങ് ഞാൻ നടത്തിയത്. നിങ്ങൾ ഓൾമോടെ സൈനിങ് എന്തെങ്കിലും ആയോ? ഇല്ല, നോക്കുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ പിന്താങ്ങുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് താങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അളിയാ അമ്മമാർക്ക് ഭ്രാന്താടാ. നീ അല്ലേ കഴിഞ്ഞ ആളിയുടെ റിവഞ്ച് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചത്? അത് പിന്നെ ഞാൻ അപ്പോഴത്തൊരു ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഐസായിട്ടിരിക്കുക. കേട്ടോ പെറസേ, കാശ് കൂടിയാലും ചിലര് മണ്ടത്തരം കാണിക്കും. കളി തീർന്നിട്ടില്ലല്ലോ, കാണാം. അതാ എനിക്കും പറയാനുള്ളത്. കിട്ടിയതും കൊണ്ട് ഇപ്പോഴേ വിളിച്ചോണ്ട് പോക്കോ. ഇയാള് ഹലോ, എന്തുവാടോ ഇത്? ഞാൻ പോട്ടെ. അയ്യോ സാറേ പോലെ, നമ്മൾ കംബാക്കും. സംഭവം ഇറുക്ക്. ശരി എന്നാ, ഓക്കെ. അയാൾ അവിടെ കിടന്ന് കയറ് പൊട്ടിച്ചു തുടങ്ങി. ഓഫ് സൈഡ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് നഖം വരെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് വന്നേക്കുക. അപ്പൊ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാ ഞാൻ എന്തോ ചെയ്യും? സിലബസ് മാറിയ ഞാനും അറിഞ്ഞില്ലടാ. ഞങ്ങള് 10 പേരായോണ്ട് ഇനിയിപ്പോ കംബാക്കും ആയിരിക്കും. അതേടോ, കംബാക്കും. നോക്കിക്കോ, കുറെ ഉണ്ടാക്കും. ലവാ, ട്രാക്ക് മാറ്റി. യമാലെ യമാലിനെ മാറ്റിയ നന്നായി. പെർസെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പയ്യനെ കണ്ടോ? ലാമാസിയ പ്രോഡക്റ്റാ. 17 വയസ്സേ ഉള്ളൂ. സ്കൂളിൽ പോവാതെ കളിച്ച് നടക്കുക ചള്ളിയൊക്കെ. പണ്ട് ഇതുപോലെ ഒരു 5 അടിച്ചിട്ട് ഒരു ലാമാസിയൊക്കെ ഇട്ട് ഇറങ്ങി പോകുന്ന ഓർമ്മയുണ്ടോ? അതങ്ങനെ മറക്കാൻ പറ്റത്തില്ല. കാർലോ തന്നില്ല. എന്തോ തരാൻ? അല്ല, പോകുമ്പോ എന്തോ പലിശയും ചേർന്ന് തരൂന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് കഴിഞ്ഞ വർഷത്തെ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിലെ കണക്കിലോട്ട് അങ്കേറ്റിയത്. അപ്പൊ എല്ലാം രാലിയായില്ലേ? അല്ല, അന്ന് ഞാൻ ഇല്ല, ഒന്നും പറയണ്ട, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ശരിയെന്ന്. കപ്പെടുക്കുന്നത് കണ്ണു നിറച്ച് കണ്ടല്ലോ. ഒരു ചെറിയ കപ്പെടുത്തെന്ന് വെച്ച് ഷോ കാണിക്കാതെ പോടോ. കാണിക്കൂടോ. താവിടെ ഉള്ളവന്മാർക്ക് അൽഫാമും റെഡ് ബുള്ളും കൊടുത്ത് തീറ്റിപ്പോറ്റുമ്പോ ഇത്തിരി പോകുന്നുള്ള റോബസ്റ്റ പഴം കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ടീമാണോ കപ്പടിച്ചത്? ഞാൻ ഷോ കാണിക്കും. മതി സാറേ, വാ, ബാക്കി ഞാൻ അവിടെ വരുമ്പം പറയാം. അയ്യോ റാഫി, ഡേയ് വിനി, നീ ഇന്ന് കളിച്ചില്ലേ? കണ്ടില്ലല്ലോ. കളിയാക്കാനാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവേ. ശരിക്കും കണ്ടില്ലടാ. അല്ലെങ്കിലും തോൽവിയിൽ വിഷമിക്കുന്നവരെ വീണ്ടും കളിയാക്കരുതെന്നാ മെസ്സി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഡിഫൻസ് കുറച്ച് പ്രശ്നമായോണ്ട് എല്ലാം കാണിച്ചു തരായിരുന്നു. ഡിഫൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഇവനെ അറിയാലോ അല്ലേ? ഹായ്, എന്റെ പേര് യാമാൻ. എനിക്ക് വയസ്സ് 17. സൂചി കുത്താനിടമില്ലാത്ത അണ്ണാ, ട്രാക്ക് മാറി. സോറി, ഞാൻ ഉദ്ദേശിച്ചത് സൂചി കുത്താടം കൊടുത്ത അതിലെ കൂടെ ഒലക്കയറ്റുന്നവനെ അവനാണ് നിങ്ങൾ വിശാലമായിട്ടുള്ള ഒരു ഷോറൂം ഡിഫൻസിൽ തുറന്നിട്ട് കൊടുത്തത്. ഒന്നും തീർന്നെന്ന് കരുതണ്ട, അടുത്ത എൽ ക്ലാസ്സിൽ പോയി കാണിച്ചു തരാം. അയ്യോ, ഞാനും അത് കാത്തിരിക്കുക. ഫോം ഔട്ട് ആവുന്ന പ്ലേയേഴ്സ് എല്ലാം നിങ്ങളുടെ കളി വരുമ്പോഴാണ് ഫോം ആവുന്നത്. ഓടാ നാറി, ഞാൻ പോന്നു. പെണങ്ങല്ലേടാ. ഡിഫൻസ് നിന്ന് എല്ലാവരും വന്നേ. എന്നെ വിളിച്ചു ചോദിച്ചേ. കളി എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നമ്മുടെ വെറും ഓഞ്ഞ കളിയായിരുന്നു. പക്ഷെ അവന്മാര് നല്ലോണം കളിച്ചു. അവന്മാരുടെ കളിയും കണ്ടോണ്ടിരിക്കാനാണോ നിന്നെ ഞാൻ അവിടെ നിർത്തിയത്? അല്ല ചുമേനി, നീയോ അവന്മാരുടെ കളിയും കണ്ടങ്ങ് നിന്നല്ലേ? അതെ, എന്നെ എന്ത് പറഞ്ഞ ഈ ടീമിൽ കൊണ്ടുവന്നത്? ഡിഫൻസീവ് മിഡ്. മിഡ്. അത് നിങ്ങൾ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. സോറി സൂര്യ, തെറ്റെന്റെ ഭാഗത്താ. എടാ തെണ്ടി. തെണ്ടിയല്ല, മെണ്ടി. ഞാൻ അറിഞ്ഞോണ്ട് എന്നെ വിളിച്ചതാ. നിന്നെ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്റെ റൂഡിയർ എന്തി? കോച്ചെ മുട്ട മിറ്റ്. ആ റൂഡിയർ 3 ഗോളും കൂടെ അടിക്കാതെ ഗ്രൗണ്ടിൽ നിന്ന് കയറത്തില്ലെന്നും പറഞ്ഞ് മുട്ട അലമ്പ്. അയ്യോ, എന്നിട്ട് അങ്ങേര് പറയുന്ന അറബികൾക്കും അറബികൾ പറയുന്ന അങ്ങേർക്ക് മനസ്സിലാവാതിരിക്കുക. ഇപ്പൊ പോയാൽ നടത്തിക്കൊണ്ട് വരാം. ഇവന് ഇനി എന്തോ പറഞ്ഞ് ഞാൻ കൊണ്ടുവരും.